ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം മറ്റൊരു സീസണുമായി എത്തുകയാണ്. ഈ വർഷം ആദ്യ പകുതിയിൽ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനെ ശരിവെച്ച് ഇപ്പോഴിതാ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ലാലേട്ടന്റെ പിറന്നാൾ ദിനമായ മെയ് 21-നാണ് ഈ വിവരം പുറത്തുവിട്ടത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപനം എത്തിയതോടെ അവതാരകനായി ലാലേട്ടൻ എത്തുമോ എന്ന ആശങ്കയ്ക്കും വിരാമമായിരിക്കുന്നു. കഴിഞ്ഞ വർഷം മറ്റു ഭാഷകളിലെല്ലാം ബിഗ് ബോസ് ഷോ ഉണ്ടായിരുന്നെങ്കിലും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് സീസൺ 7 ലോഗോ ഔദ്യോഗികമായി ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു. ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ള എല്ലും മറുവശത്ത് സീസണിനെ സൂചിപ്പിക്കുന്ന 7ഉം ചേർത്ത് പുതിയ രീതിയിലാണ് ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത്. നടുവിലുള്ള ഡിസൈനിങ് ഒരേ സമയം കണ്ണിനോട് ക്യാമറ ലെൻസിനോടും സാമ്യമുണ്ട്. നിയോൺ ലൈറ്റിംഗ് നിറങ്ങൾ കൂടി ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഈ ലോഗോ പ്രോഗ്രാമിന്റെ ഊർജ്ജസ്വലതയും ചലനാത്മകതയുമാണ് സൂചിപ്പിക്കുന്നത്. കണ്ണിനെ വലയം ചെയ്തിരിക്കുന്ന വരകൾ കണ്ണിന്റെ ഐറിസിനോട് ഏറെ സാമ്യമുള്ളതാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണിന് ചുറ്റും 7 ചിഹ്നങ്ങൾ കൂടി കാണാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറക്കാർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സീസണിന്റെ തീമിനെ സംബന്ധിച്ചുള്ള 7ആണിതെന്നും ഈ 7ന്റെ അർത്ഥം വരുന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാക്കുമെന്നും ബിഗ് ബോസ് ടീം അറിയിച്ചു. ഇതിനൊപ്പം മറ്റൊരു വിശേഷവും കൂടിയുണ്ട്. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി, ഷൺമുഖദാസ് ജെ എന്ന ദാസേട്ടൻ കോഴിക്കോട്, സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യങ്ങളായ LGBTQ അംഗം ജാസി, ആദില, നോറ എന്നിവരും ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മത്സരാർത്ഥി പട്ടികയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. മെന്റലിസ്റ്റ് അജ്മൽ, അവതാരകനായ രോഹൻ ലോന, മല്ലു ഫാമിലി അംഗം സുജിത്, വ്ളോഗർ പ്രണവ് കൊച്ചു എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട്.